ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ യെസ്റ്റർഡേ, അതായത് April 25 നമ്മുടെ തുടരും മൂവി റിലീസായി. എനിക്കാണെങ്കിൽ ഫസ്റ്റ് ഷോ തന്നെ ആ മൂവി കാണണമായിരുന്നു. ഫസ്റ്റ് ഷോ കാണാൻ പറ്റില്ല, പക്ഷെ ഫസ്റ്റ് ഡേ ഞാൻ കണ്ടു. ആൻഡ് ഐ വിൽ സേ ഇറ്റ്സ് വർത്ത് ദ മണി. കാരണം സ്പോയിലർ ഒന്നുമല്ല കേട്ടോ ഇത്, പക്ഷെ നല്ല അതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ആ ഒരു സ്റ്റോറി ലൈൻ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. താങ്ക്സ് ടു ഡയറക്ടർ തരുൺ മൂർത്തി. ഹി ഹാസ് ഡൺ എ വെരി 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 ഗുഡ് ജോബ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ലാലേട്ടൻ, എല്ലാവരും അവൻ്റെ അകത്തുള്ള ഒരു ആക്ടർ പോലും കൊള്ളത്തില്ല അങ്ങനെ എന്നൊന്നും പറയില്ല. പിന്നെ എനിക്ക് പേഴ്സണലി ഉള്ളതെന്ന് വെച്ചാൽ ശോഭനാമിന്റെ ഡബിങ്ങിന് എന്തോ ഒരു പ്രശ്നമുള്ള വെച്ചാൽ ആ ഒരു വോയിസിന് എന്തോ പ്രശ്നമുള്ളതെന്ന് ഫീൽ ചെയ്തത്. പക്ഷെ അല്ലാണ്ട് ആ ഫിലിമിൽ അഭിനയിച്ച ഓരോരുത്തരും ഒരു സീനായിരുന്നു. മീൻസ് പിന്നെ ഒരു ഫിലിമിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് ടൈപ്പ് ഒരു മൂവിയാണ്. അതായത് നോർമലി ഒരു ഫാമിലി മൂവിയൊക്കെ പോലും ഫസ്റ്റ് ഹാഫ് പോവും. അപ്പൊ നമ്മളെന്നെ വിചാരിക്കും കുഴപ്പമില്ല കണ്ടിരിക്കും അങ്ങനെ വിളിക്കും. പക്ഷെ എൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ ആവുമ്പോഴത്തേക്കും ആ സിനിമ വേറൊരു ലെവലിൽ പോവും. അവിടെ വരുന്ന ലാലേട്ടന്റെ ആക്ടിങ് എൻ്റെ പൊന്നു വെറും വിഷയം. ആൻഡ് ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. കാരണം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിപ്പോവും. അങ്ങനത്തേക്കൊരു മൂവി. എനിക്ക് പേഴ്സണലി ഇപ്പൊ കുറച്ചധികം മൂവീസ് കാണുന്നുണ്ട്. പക്ഷെ എനിക്കാണെങ്കിൽ തുടരും എന്ന് പറഞ്ഞ മൂവി എന്ന് വെച്ചാൽ ലാലേട്ടൻ എന്നൊരു ബ്രാൻഡ് ഉണ്ട്. ലാലേട്ടന്റെ എല്ലാ ആക്ടിങ് സ്കിൽസും പുറത്ത് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഫിലിമാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ പ്രകാശ് വർമ്മ അതിന്റെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വരും. നമുക്ക് എന്തോ എനിക്ക് അടിക്കാൻ തോന്നും. അങ്ങനെ നമുക്ക് ആ വില്ലനോട് ദേഷ്യം വരും. അതാണ് അയാളുടെ സക്സസ്. അത്രയും ബ്രില്യൻ്റ് അയാളുടെ ഒരു ആക്ടിങ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ഒരുപാട് ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് വരും. അതായത് നമുക്ക് ഒരുപാട് ദേഷ്യം വരുന്ന സിറ്റുവേഷൻ, സങ്കടം വരും, നമുക്ക് ഒരു നിസ്സഹായ അവസ്ഥ, അത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഓഡിയൻസും എന്നുവെച്ചാൽ ആ ഫിലിമിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓഡിയൻസും ഇങ്ങനെ ആ ഒരു ഇമോഷൻസിലാക്കിയിട്ട് പോകും. പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ഒരു 1 വീക്കിന്റെ അകത്ത് വെച്ച് തന്നെ എല്ലാം ഇപ്പൊ ഞാൻ ചുമ്മാ എടുത്ത് ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോ തന്നെ ഏതാണ്ടുള്ള എല്ലാ തിയേറ്റേഴ്സിലും കുറെയൊക്കെ ഓൾമോസ്റ്റ് സൺഡേ അടുത്തൊരു ട്യൂസ്ഡേ വരെയുള്ള സീറ്റ്സ് ഒക്കെ ബുക്ക്ഡ് ആണ് ഓൾമോസ്റ്റ്. അപ്പൊ നിങ്ങൾ മസ്റ്റ് വാച്ച് ആയിട്ട് കാണണം. കാരണം ഭയങ്കര ജെന്യുവിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫിലിം കൂടിയാണിത്. എല്ലാവരുടെ ആക്ടിങ് കൊള്ളായിരുന്നു. ഇതൊരു കറക്റ്റ് ലാലിട്ട് പറഞ്ഞ ഒരു ഫാമിലി ഡ്രാമ മൂവി. നമ്മൾ എമ്പുരാന്റെ ഒക്കെ പ്രൊമോഷൻസിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മുങ്ങിപ്പോയൊരു ഫിലിമാണ് തുടരും. അതിന്റെ വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ 0 എക്സ്പെക്ടേഷൻസിൽ പോയി കണ്ടൊരു ഫിലിം. ഓക്കെ, കുഴപ്പമില്ല, ഫാമിലിയുടെ കൂടെ പോയിരുന്നു കാണാം, ഫ്രണ്ട്സിന്റെ കൂടെ. ഒരു നല്ലൊരു ഫിലിമാണ്. അപ്പൊ എനിക്ക് എന്തായാലും ഈ മൂവി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഒരു പുതിയൊരു ഡയറക്ടറിന് ലാലേട്ടൻ ടൈം കൊടുത്തു ചെയ്യിപ്പിച്ചു. ആ ഒരു ട്രസ്റ്റ് ലാലേട്ടൻ വന്നൊക്കെ പറയണത് തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷെ പുതിയ ഡയറക്ടേഴ്സും ഇതേപോലെ നല്ല സൂപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മലയാളം സിനിമ ഈസ് ഗോയിങ് ടു നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ ഫീൽ ചെയ്ത്. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആ ഒരു മൂവി പോയി കാണണം. നിങ്ങൾക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇത് എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. എന്തായാലും കോമന്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ എനിക്ക് മൂവി ഒരുപാട് ഇഷ്ടമായി. അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന മൂവിയും കൂടെയാണ്. സോ നിങ്ങൾക്ക് ഇവർ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.